ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഈസി ഒരു ഹെൽത്തി റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് 2 ചപ്പാത്തി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ശകലം 1 സ്പൂൺ ഒഴിച്ചിട്ട് നല്ല നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ സവാള അത് കുറച്ചിട്ടിട്ട്, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് പച്ചമുളക് രണ്ടെണ്ണം മതി. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 2 മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. വഴറ്റി ഒരു പച്ചമണം മാറുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് തക്കാളി, ഒരു തക്കാളി മതി, അത് നൈസായിട്ട് അരിഞ്ഞ് അത് നന്നായിട്ട് വഴറ്റണം. വഴറ്റി കഴിയുമ്പോൾ പിന്നെ ഈ ക്യാബേജും നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി ചേർക്കാം കേട്ടോ. ക്യാരറ്റ് വേണ്ട, അതാകുമ്പോൾ ചെറിയൊരു മധുരമായി പോവും, വേണ്ട. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം കൂടി ചേർക്കാം. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അത്രയും കൂടി ചേർത്തിട്ട് പിന്നെ ചേർത്തേക്കുന്ന സാധനമാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാഗിയുടെ മസാലയില്ലേ, അതിൻ്റെ ഒരു പകുതി പാക്കറ്റ് അതും കൂടി ചേർക്കുക. അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല വഴണ്ട് ഒക്കെ കഴിയുമ്പോഴേക്കും അതങ്ങോട്ട് അറ്റത്തോട്ട് നീക്കി വെച്ചിട്ട് നടുക്കിലൊരു കുഴി വെച്ചിട്ട് അതിനകത്ത് 2 മുട്ട ചേർക്കുക. മുട്ട ചേർത്തിട്ട് പിന്നെ കുരുമുളക് ഉപ്പും ചേർത്തിട്ട് ആ മുട്ട മാത്രം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കേട്ടോ. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ സ്ഥിരം ഉണ്ടാക്കി നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനേ 2-3 ചപ്പാത്തി എടുത്ത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി അങ്ങ് ചേർക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അതും കൂടി വഴറ്റി കഴിയുമ്പോഴേക്കും അതെല്ലാം മൊത്തം ഇങ്ങനെ മസാല മുഴുവൻ ചപ്പാത്തിയിൽ പരണ്ടിരിക്കണം. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ആ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, നമ്മൾ പകുതിയല്ലേ ചേർത്തിട്ടുള്ളൂ ആദ്യം, ആ ബാക്കിയുള്ള മാഗി മസാല അതും കൂടി അങ്ങ് ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല ആവശ്യത്തിന് മല്ലിയില കുനുകുനാന്നരിഞ്ഞ് അതും കൂടി ചേർത്തിട്ട് ദൈവമേ ചൂടായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പൊന്നു മക്കളെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.